താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ. സമൂഹത്തിൽ ഉയർന്ന നിലയിൽ എത്തണം, ജോലി സ്ഥലത്ത് ഉയർന്ന സ്ഥാനം ഉണ്ടാകണം, പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയെടുക്കണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്, അതിനേക്കാളുപരി ആവശ്യങ്ങളും. എന്നാൽ പലപ്പോഴും ഇതൊക്കെ വെറും സ്വപ്നങ്ങളായി തന്നെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതൊക്കെ നേടിയെടുക്കുന്നവർ ആരാണെന്ന് നമുക്കറിയാം. പല നിലകളിൽ വലിയവരായിട്ടുള്ളവർ. അവരുടെ വലിപ്പത്തിന് കാരണം വലിയ കാര്യങ്ങളും വലിയ ലക്ഷ്യങ്ങളും വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള അവരുടെ വലിപ്പത്തിന് കാരണം അവർക്കൊപ്പമുള്ള അനേകരുടെ വലിപ്പവും കൂടെയാണ്. പാരമ്പര്യമെന്ന വലിപ്പം, ബാക്ക്ഗ്രൗണ്ട് എന്ന വലിപ്പം, ബന്ധുബലമെന്ന വലിപ്പം, ആൾബലമെന്ന വലിപ്പം, ഇതെവിടെയും ഒരു അടിസ്ഥാനമാണ് ഉയരങ്ങളിലേക്ക് എത്തുവാനും വലിയ കാര്യങ്ങളെ നേടിയെടുക്കുവാനും. എന്നാൽ നമ്മളോ ചെറിയവരായി മാറിയിരിക്കുന്നു. ആരെ പോലെ? ഗിദെയോനെ പോലെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഗിദെയോനിൽ നിന്ന് നമ്മിൽ നിന്ന് ഉയരുന്നത് പോലെ തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ശബ്ദം ഉയരുകയാണ്. ഞാനത് വായിക്കാം. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഗിദെയോൻ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ കുടുംബമേ, അത് ചെറിയ കുടുംബമാണ്. ഈ കുടുംബത്തിൽ തന്നെ ഏറ്റവും ചെറിയവനാണ് ഞാൻ. അവിടെയുള്ള എല്ലാം എന്നെക്കാൾ കൊള്ളാവുന്നവരാ. വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും തൊഴിൽ കൊണ്ടും നമ്മേക്കാൾ കൊള്ളാവുന്നവരാണ് നമുക്കൊപ്പമുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മുന്നേറുവാനും അവരുടെ വലിയ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും കഴിയും. നമുക്ക് കഴിയത്തില്ല. ഇവിടെ ഗിദെയോൻ എന്ന ഭക്തന്റെ ആവശ്യം എന്താണ്? തൻ്റെ കയ്യിലായിരിക്കുന്ന അല്പമായ ഗോതമ്പ് മിദ്യാനിയ ശത്രുക്കൾ, കിഴക്കേ ദേശക്കാരായ ശത്രുക്കൾ കവർന്നെടുക്കാതെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഒരു മുന്തിരിച്ചക്കിൻ്റെ മൂട്ടിൽ ഒളിച്ചിരുന്ന് ഗിദെയോൻ എന്ന ഭക്തൻ ഗോതമ്പ് പാറ്റുകയാണ്. 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ഈ ഒളിച്ചിരിപ്പിനൊരു അറുതി ഉണ്ടാകണമെങ്കിൽ, സ്വസ്ഥമായി സമാധാനമായി ആ ഗോതമ്പ് തനിക്ക് ഭക്ഷ്യയോഗ്യമാക്കി ഉപയോഗിക്കണമെങ്കിൽ ശത്രു പരാജയപ്പെടണം. തൻ്റെ നന്മ കൊള്ളയിടുവാൻ, തൻ്റെ നന്മ കവർന്നെടുക്കുവാൻ, തങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യുവാൻ സമയമാകുമ്പോൾ കടന്നു വന്ന് കൊയ്തു കൊണ്ടുപോകുന്ന, നശിപ്പിച്ചു കളയുന്ന ശത്രുവിനെ ജയിക്കുവാൻ കഴിയണം. എന്നാൽ അതിനുള്ള സാധ്യതയാണ് ഗിദെയോൻ പറയുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ചെറിയവനാണ്. എന്നാൽ ശത്രുവിനെ നീ നോക്ക് ദൈവമേ. കിഴക്ക് ദേശക്കാരും മിദ്യാന്യരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കടൽ തീരത്തെ മണൽത്തരി പോലെയാണ്. ശത്രുക്കൾ അത്രമാത്രം പ്രബലന്മാരാണ്, അത്രമാത്രം ശക്തരാണ്. വെട്ടുക്കിളി കൂട്ടം പോലെ നാശമുണ്ടാക്കുവാൻ കഴിവുള്ളവനാണ്. അപ്പോൾ ഈ ചെറിയവനായ എനിക്ക് അവിടെ എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? എനിക്കൊപ്പമുള്ളവരൊക്കെ എന്നെക്കാൾ കഴിവും അറിവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് ട്യൂഷനുണ്ട്. അതിലെ കുഞ്ഞെ, അവർക്ക് ട്യൂഷനുണ്ട്. ആ സാറന്മാരൊക്കെ, ടീച്ചേഴ്സൊക്കെ അവരുടെ ഒപ്പമാണ്. അവർക്ക് എല്ലാത്തിനും കഴിയുന്നുണ്ട്. ഞാനൊരു ട്യൂബ് ലൈറ്റാണ്. എനിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം വേണ്ടി വരുന്നു. അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടീച്ചർ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ തീരെ പിന്നിലാണ്. പിന്നെ എങ്ങനെ എൻ്റെ ആഗ്രഹമായ ആ മുന്നേറ്റം സാധ്യമായി തീരും? അല്ലേ? ആ ജോലി സ്ഥലത്ത് ഞാൻ ഒത്തിരി പിന്നിലായിപ്പോയി. എൻ്റെ ക്വാളിഫിക്കേഷൻ അത് വളരെ ചെറിയതാണ്. ഇന്നത്തെ നിലയിൽ മത്സരിക്കുവാനൊന്നും കഴിയത്തില്ല. എനിക്കൊപ്പം സഹായിക്കുവാൻ ആരുമില്ല. ചില സ്ഥാനങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ചെന്നെത്തുവാൻ കഴിയുന്ന നിലയിൽ എന്നെ കൈപിടിച്ചുയർത്തുവാൻ ആരുമില്ല. അങ്ങനെ വലിയ ആരുമായും എനിക്ക് കമ്പനിയില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ അങ്ങനെ ആരുമില്ല. പിന്നിലേക്കായി പോകുന്നു, അല്ലെങ്കിൽ തള്ളപ്പെട്ടു പോകുന്നു, തഴയപ്പെട്ടു പോകുന്നു. മുന്നോട്ട് വരുവാൻ കഴിയാതെ തഴയപ്പെട്ടു പോകുന്നു. അതല്ലേ സഹോദരി നിന്റെ ഏറ്റവും വലിയ വേദനയും നിരാശയും ഒക്കെ? അതല്ലേ? തള്ളപ്പെട്ടു പോകുന്നു, പിന്നിലേക്ക്, ഒന്നിനും കൊള്ളാത്തവളായി. നിന്റെ വാക്കുകൾക്ക് വിലയില്ല. നീ എന്ത് പറഞ്ഞാലും ആരും അത് കാര്യമാക്കുന്നില്ല. വെറുതെ പരിഹസിക്കുവാനും കുറ്റം പറയുവാനും വേണ്ടി മാത്രം നിന്റെ പങ്കാളി നിന്നെ കാണുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അവർ തന്നെ ജീവിതമെന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടെ ചെയ്യുന്നു. പക്ഷേ ഒരു പരിഗണനയില്ല, ഒരു സ്നേഹത്തോടെയുള്ള വാക്കില്ല. അവഗണിച്ച് കളയുക,
നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, നീ ഒരു വെറും പൊട്ടിയാ. മനസ്സിനകത്ത് തീ കോരിയിടുന്ന വാക്കുകൾ പങ്കാളിയിൽ നിന്ന് കേട്ട് മനസ്സ് മടുത്തായിരിക്കുന്ന നിന്നോട് തന്നെ അറിയാം, എനിക്ക് ആ വിദ്യാഭ്യാസത്തിന് തവണമുള്ള ജോലി കിട്ടിയില്ല, ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ പലതും കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നതൊന്നും ഇന്ന് അവർക്ക് വലുതല്ലായി തീർന്നിരിക്കുന്നു, ഞാൻ ചെറിയവളായി മാറിയിരിക്കുന്നു, ഈ കുടുംബത്തിനകത്ത് ഞാൻ ചെറിയവളായി തീർന്നിരിക്കുന്നു, എൻ്റെ ഫാമിലിയിൽ ഞാൻ ചെറിയവനായി മാറിയിരിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ഇപ്പോൾ ഞാൻ ഒന്നുമല്ല, അവരെന്നെക്കാളും ഒരുപാട് മേലെയാണ്. ആ തൊഴിലിടത്തിൽ കടം പിന്നിലാക്കി കളഞ്ഞു, കടം കയറി മുടിഞ്ഞ അവസ്ഥയിലാണ്. ഇനി മുൻപോട്ട് വരവ് അസാധ്യമാണ്, എനിക്ക് കഴിയത്തില്ല, എനിക്ക് കടം തരുവാൻ ആരുമില്ല, ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല, എൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുവാൻ ആരുമില്ല, എൻ്റെ ഈ കച്ചവടത്തിൽ എനിക്ക് പുതിയ വഴികളും തന്ത്രങ്ങളും പറഞ്ഞു തരുവാൻ ആരുമില്ല, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരും എനിക്ക് ഒപ്പമില്ല. ലൂസേഴ്സിൻ്റെ ഒരു വലിയ കൂട്ടമാണ് എനിക്കൊപ്പമുള്ളത്. പലപ്പോഴും വല്ലാത്ത വേദനയാണ്. ആ ലൂസേഴ്സിനൊപ്പം ചേർന്ന് നീയും ഒരു ലൂസറായി പിന്നണിയിൽ ഒളിക്കുന്ന അവസ്ഥയിലായി മാറിയിരിക്കുന്നു. മാതാവേ, പിതാവേ, പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. മക്കളുടെ സ്നേഹം പോലും ചോദിച്ചു വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് വേണ്ടി അധ്വാനിച്ചു, നല്ല കാലം മുഴുവനും അവർക്ക് വേണ്ടി കൊടുത്തു. ഇന്ന് അവരുടെ പരിഗണനയില്ല, അവരുടെ സ്നേഹമില്ല, അവരുടെ സാമീപ്യമില്ല. ഒരു ഫോൺ കോൾ കൊണ്ടുപോലും വിശേഷങ്ങൾ അന്വേഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ തിരക്കുള്ളവരായി മാറിയിരിക്കുന്നു, പിന്നണിയിലായി പോയിരിക്കുന്നു. ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ, ചിലരോട് ഇങ്ങനെ പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. പിന്നിലായിപ്പോയ ചിലർ നിങ്ങളുടെ കുറവുകൾ കൊണ്ട് തന്നെ, നിങ്ങളുടെ പരിമിതികൾ കൊണ്ട് തന്നെ, കഴിവ് കുറവുകൾ കൊണ്ടും ഇല്ലായ്മകൾ കൊണ്ടും പിന്നിലായിപ്പോയ ചിലർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുന്നിലേക്ക് വരുവാൻ പോകുക. പിൻപന്മാരായ ചിലർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ പകലിൽ മുൻപന്മാരായി മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി സ്ഥലത്ത് ചിലർ മുൻപന്മാരായി മാറുവാൻ പോകുക. ആ വീട്ടിനകത്ത് ചിലർ മുൻപന്മാരായി. സഹോദരൻ, നിന്റെ വാക്കിന് വിലയുണ്ടാകുവാൻ പോകുക. നിനക്കതിനകത്തൊരു വിലയുണ്ടാകുവാൻ പോകുക. ഒന്നിന് കൊള്ളാത്തവളെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിനക്കതിനകത്ത് വിലയുണ്ടാകുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് സഹോദരി നിനക്ക് വിലയുണ്ടാകുവാൻ പോകുക. യെസ്, ആമേൻ. സഹോദര, നിനക്ക് വിലയുണ്ടാകുവാൻ പോകുക. ഇതിലപ്പുറമൊന്നും എനിക്ക് കിട്ടത്തില്ല ദൈവദാസനെ. എൻ്റെ ഭാര്യയും അവരുടെ കുടുംബവും മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് പോലെ വലിയൊരു ജോലി എനിക്കില്ല. ചെറിയ ജോലിയാണ്, ചെറിയ വരുമാനമാണ്, ചെറിയ നന്മകളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ വിലയില്ലാത്തവനായി മാറിയിരിക്കുന്നു. വിലയില്ലാത്തവനായി നീ വിലയുള്ളവനായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ബിസിനസ് മുൻപോട്ട് വരുവാൻ പോകുക. കുഞ്ഞെ, വിദ്യാഭ്യാസ മേഖലയിൽ നീ മുൻപന്മാരെ പിന്തള്ളി മുന്നിലേക്ക് വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. എങ്ങനെ? ആമേൻ. എങ്ങനെ? ഞാൻ ചെറിയവനാണല്ലോ, എങ്ങനെ? ഗിദെയോനെ പോലെ നിങ്ങൾ ചോദിക്കുക, ഹൗ ഇസ് പോസിബിൾ? ഇതെങ്ങനെ സാധ്യമായി തീരും? ഓ ഗോഡ്, ഇതെങ്ങനെ സാധ്യമായി തീരും? അപ്പോൾ ദൈവം മറുപടി പറയുക 14-ാമത്തെ വാക്യത്തിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായമാണേ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നിന്റെ ഈ ബലത്തോടെ പോക. ഏതാണ് ആ ബലം? നിങ്ങളിപ്പോൾ കേട്ടില്ലേ? പലർക്കും ദഹിക്കാത്ത, ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ചെറിയവരായിരിക്കുന്ന, പിന്നിലായി പോയിരിക്കുന്ന നിങ്ങൾ മുന്നിലേക്ക് വരുമെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഗിദെയോൻ കേൾക്കുക. അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനെ. ആ ശബ്ദം കേൾക്കുമ്പോൾ ഗിദെയോൻ ഒരു പേടിത്തൊണ്ടനാ. തൻ്റെ ഗോതമ്പ് സംരക്ഷിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലനാ. എന്നാൽ അവൻ കേൾക്കുന്ന ശബ്ദം, പരാക്രമശാലിയായ ഗിദെയോനെ, നിന്റെ മുൻപിലുള്ള വലിയ സൈന്യത്തെ ജയിക്കുവാൻ ശക്തിയുള്ള ഗിദെയോനെ, നിന്റെ നന്മയെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള ഗിദെയോനെ, നിന്റെ ജനം കൊള്ളയിടപ്പെടുന്നത് തടയുവാൻ ശക്തിയുള്ള ഗിദെയോനെ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ജയിക്കുവാൻ പ്രാപ്തിയുള്ള ഗിദെയോനെ. ഈ പകലിലും നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ഈ ബലം, ഓ യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബലം നിന്നെ ജയാളിയാക്കി മാറ്റുവാൻ പോകുക. എന്തിനാ ദൈവദാസനെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പ്രഭാതം എന്നെ കേൾക്കേണ്ടതിൻ്റെ ആവശ്യം?
എന്തിനാ എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കേണ്ടതിൻ്റെ ആവശ്യം? എന്താ ഞങ്ങൾ എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കണമെന്ന് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യം? അതിതാ, ദൈവത്തിൻ്റെ ശബ്ദം അത് നിന്റെ ബലമാണ്. നീ കേൾക്കുന്ന ആലോചനകൾ നിന്റെ ബലമാണ്. പരാക്രമശാലിയെ, എന്നെ കേൾക്കുന്ന ചില പരാക്രമശാലികൾ യുദ്ധത്തിന് പുറപ്പെടുക. വലിയ സൈന്യത്തെ, എണ്ണത്തിൽ പെരുപ്പമുള്ള ആളും പേരും പെരുമയും പ്രശസ്തിയുമുള്ള ശത്രുവിനെ ജയിക്കുവാൻ ചിലർ പുറപ്പെടുക. ഓ, കാര്യം ശരിയാ. എങ്ങനെയാ ഇത് സാധ്യമായി തീരുന്നത്? ഈ ബലം കൊണ്ട് എനിക്ക് എങ്ങനെ ഇത്ര വലിയ ശത്രുവിനെ ജയിക്കുവാൻ കഴിയും? 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പിന്നെയും പറയുക, ഈ കാണുന്ന ശത്രുവിനെ ഒരാളെന്നതുപോലെ നിനക്ക് മുമ്പിൽ ഞാൻ നിർത്തും. ആമേൻ. നീ ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവാണ്, ശരിയാണ്. അതുപോലെ നിന്റെ മുൻപിലുള്ള ശത്രുവിനെ ഒരാളെന്നതുപോലെ നിന്റെ മുമ്പിൽ നിർത്തും. ഒരാളെന്നതുപോലെ. ഓ, താങ്ക് യു ലോർഡ്. ദൈവദാസനെ, എനിക്ക് വിരോധമായി ജോലി സ്ഥലത്ത് എഴുന്നു നിൽക്കുന്ന ശത്രു, എന്നെ ഒതുക്കി കളയുന്ന ശത്രു, എന്നെ ഉയർന്നു വരുവാൻ കഴിയാതെ ചവിട്ടി താക്കുന്ന ശത്രു, അവൻ പ്രബലനാണ്. അവർ പ്രബലനാണ്. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അവർ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്, പേരും പെരുമയും ഉള്ളവരാണ്, ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അയ്യോ, എനിക്ക് കഴിയത്തില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്കൊപ്പം ആരുമില്ല, ഇവരോട് എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പണ്ടൊന്നുമല്ലായിരുന്നെങ്കിലും ഇന്ന് അവർ പലതുമാണ്. എൻ്റെ സ്കൂളിൽ, കോളേജിൽ, എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചെറിയവനാണ്. ആ വലിയ ആൾക്കാർ ഒരാളായി നിന്നാൽ പോലും എനിക്ക് അവരെ ജയിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിനറിയാം. കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ആരാ കൂടിയിരിക്കുന്നത്? ഗിദെയോനെ, ചെറിയവനായ നിന്നോടുകൂടെ വലിയവനായ ഞാനിരിക്കും. ഓ, താങ്ക് യു ലോർഡ്. ചെറിയവനായ ഗിദെയോനോടുകൂടെ വലിയവനായ ദൈവം ഇരിക്കുമ്പോൾ അവന് മുൻപിലുള്ള ശത്രു ഒരാൾ എന്ന പോലെ അവന് മുൻപിൽ പരാജയപ്പെടും. ഈ പകലും എന്നെ കേൾക്കുന്ന ചെറിയവനായി പോയ സഹോദര, പിന്നിലായി പോയ സഹോദര, കഴിവ് കുറഞ്ഞു പോയ സഹോദര, പലതും അല്പമായി മാത്രമേ ഉള്ളൂ എന്ന് വിലപിക്കുന്ന സഹോദര, നിന്നോടൊപ്പം വലിയവനായ ദൈവം ഇരിക്കും. നിനക്ക് മുൻപിലെ പ്രബലനായ, വലിയവനായ, പെരുപ്പമുള്ള ശത്രു നിന്റെ കയ്യാൽ വീഴും. പരാക്രമശാലിയെ, നിന്റെ കയ്യാൽ ആ ശത്രു വീഴുവാൻ പോകുക. ആ രോഗമെന്ന ശത്രു ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിട്ടുപോകുക. യെസ്, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാ. ആ ശത്രു വീഴുകയാണ്. ആമേൻ. വലിപ്പമുള്ള ശത്രു വീഴുക. എൻ്റെ കുടുംബം ചെറുതാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുതാണ്, എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. അയ്യേ, അതൊക്കെ വിട്ടുകളയെ. നിനക്കൊപ്പം നിൽക്കുവാൻ ഏറ്റവും വലിയവനായ ദൈവമുണ്ട്. സഹോദരി, സഹോദര, നിങ്ങൾക്കൊപ്പം ഏറ്റവും വലിയവനായ ദൈവമുണ്ട്. ഈ ബലത്തോടെ പോകാം. ആ ശത്രു വീഴും. നിങ്ങളുടെ നന്മകൾ സംരക്ഷിക്കപ്പെടും. കൊള്ളയിടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ശത്രു കവർന്നു കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളിലൂടെ വിടിവിക്കപ്പെടും. നിനക്ക് ഒളിച്ച് സംരക്ഷിക്കുവാനെങ്കിലും അല്പമുണ്ട്. അതുപോലും ഇല്ലാത്ത ഒത്തിരി പേർ നിനക്കൊപ്പമുണ്ട്. അവർ നിന്നാൽ സംരക്ഷിക്കപ്പെടുവാൻ പോകുക. ഓ, സ്തോത്രം. നീ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോകുക. മാതാവേ, പിതാവേ, എൻ്റെ നല്ല കാലമെല്ലാം കഴിഞ്ഞല്ലോ ദൈവദാസനെ, ഇനി എന്നെ കൊണ്ട് എന്ത് പ്രയോജനം? ഇല്ല. കർത്താവ് വിളിക്കുക, പരാക്രമശാലിയെ. മാതാവേ, നിന്നെ വിളിച്ചേ പരാക്രമശാലിയെ. പിതാവേ, നിങ്ങളെ വിളിച്ചേ പരാക്രമശാലിയെ. യുദ്ധമുണ്ട്. ആമേൻ. തലമുറകളിൽ നിന്ന് കവർന്നു പോകുന്നതിനെ അവർക്ക് പറ്റത്തില്ലെങ്കിൽ നിനക്ക് പറ്റും. അവരിൽ നിന്ന് കവർന്നു പോകാതെ, അവരെ മദ്യമെന്ന ശത്രു കൊള്ളയിട്ട് കൊണ്ട് പോകാതെ, ആകാത്ത ബന്ധങ്ങളെന്ന കൂട്ടുകെട്ടുകളെന്ന ശത്രു അവരെ കൊള്ളയിട്ട് കൊണ്ട് പോകാതെ, പരാജയത്തിന്മേൽ പരാജയം കയറ്റി വെച്ച് അവരുടെ ഭാവിയെ ഇല്ലാതാക്കാതെ അതിനെ ജയിക്കുവാൻ നിനക്ക് കഴിയും. ആമേൻ. ചെറിയവനായ നിന്നോട് കൂടെ വലിയവനായ ദൈവം ഇരിക്കും. വലിയ ശത്രു ഒരാളെന്ന പോലെ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. നീ ചെറിയവനല്ല, വലിയവനായ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്
ആ പിന്നാക്ക അവസ്ഥകളെ മാറ്റും, നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും. അതേ, ആ മുന്നണിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. എങ്ങനെ? അഭിഷനായ യോവാശിന്റെ കരുവേലകത്തിന്റെ ചുവട്ടിൽ ഇറങ്ങി നിന്ന ദൈവത്തിന്റെ ദൂതനെ പോലെ ഗിദെയോനെ നോക്കി പരാക്രമശാലിയേ എന്ന് വിളിക്കുവാൻ ദൈവം പ്രയോജനപ്പെടുത്തിയ ആ ദൂതനെ പോലെ തന്നെ. എന്നാ കണ്ണടച്ചോ. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം പിന്നിലായി പോയ ചിലർ, അടിയൊപ്പമായിരിക്കുന്നവർ മുന്നിലേക്ക് വരട്ടെ. സാമ്പത്തികമായ സകല പിന്നാക്കാവസ്ഥകളും മാറട്ടെ യേശുവിൻ നാമത്തിൽ. പിന്നാക്കാവസ്ഥകൾ മാറട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ. ഇവരുടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ സമൃദ്ധിക്ക് വലിയത് നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ പിന്നാക്കം വലിക്കുന്ന, പിന്നാക്കം തള്ളിക്കളയുന്ന വലിയ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇവരുടെ മേലൊക്കെ ശക്തി പകരുന്ന കൃപയ്ക്കായി. യെസ്, തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇല്ലായ്മകളും ദാരിദ്ര്യവും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. പുതിയ അനുഭവങ്ങൾ, പുതിയ നന്മകൾ, സ്തോത്രം, പുതിയ വാതിലുകൾ. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ജോലി സംബന്ധമായി ചിലർക്ക് മുമ്പിൽ ചില പുതിയ വാതിലുകൾ തുറക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. അടഞ്ഞിരിക്കുന്ന ചിലതിനെ ചവിട്ടി തുറന്നു പോകുവാൻ തക്കവണ്ണം ചിലരുടെ കാലുകളിൽ എൻ്റെ ദൈവം ബലം പകരുക. യെസ്, ശക്തനാക്കി ചിലരെ മാറ്റുക. താങ്ക് യു ലോർഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. കുടുംബജീവിതങ്ങൾ മുന്നിലേക്ക് വരിക, പിന്നാക്കാവസ്ഥ മാറുക, ആത്മീയമായി ഭൗതികമായി വളരുക. യെസ്, സ്നേഹത്തിൽ വളരുക, ഐക്യതയിൽ വളരുക, ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുക. യേശുവിൻ നാമത്തിൽ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുമാറുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. രോഗങ്ങൾ മാറുക. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഈ പകലിൽ നിങ്ങൾ ആരോഗ്യത്തോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുക. നിങ്ങളെ ആരോഗ്യത്തോടെ ചിലർ കാണുവാൻ പോകുക. നീണ്ട നാളത്തെ രോഗാവസ്ഥ മാറുക. രോഗത്തെ ജയിച്ച സ്തോത്രം പരാക്രമശാലിയായി, വാരിയറായി നിങ്ങളെ ജനം അറിയുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. തലമുറകൾ അവരുടെ ഭാവി പ്രാർത്ഥിച്ചാട്ടെ. വിദ്യാഭ്യാസം, യെസ്, അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ, സാധ്യതകൾ ഉണ്ടാകുവാൻ, അവർക്ക് മുമ്പിൽ സാധ്യതകൾ ഉണ്ടാകുവാൻ. യെസ്, പിന്നോക്കാവസ്ഥകൾ മാറുവാൻ, വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥകൾ മാറി തലമുറകൾ മുന്നോട്ട് വരുവാൻ പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ, റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. റാങ്കുകൾ മാറട്ടെ, റാങ്കുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. മത്സര പരീക്ഷകളിലുള്ള റാങ്കുകൾ മാറി മുന്നോക്കം വരട്ടെ. യെസ്, അതങ്ങനെ സംഭവിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിദേശ നന്മകൾ കടന്നു വരട്ടെ. വാക്തത്വങ്ങൾക്ക് നിവർത്തീകരണം ഉണ്ടാകട്ടെ. സ്വന്തം ഭവനം എന്ന വാക്തത്വം, യെസ്, പണിതുയർത്തപ്പെടട്ടെ, പണി പൂർത്തിയാക്കപ്പെടട്ടെ. ആ തടസ്സം മാറട്ടെ. ചില ഭവനങ്ങൾ പകുതി വഴിയിലായിരിക്കുന്നു, പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. പലരോടും നന്മ ചോദിച്ചിട്ടുണ്ട്, അത് ലഭിക്കട്ടെ. യെസ്, തറ ഇട്ടിട്ടില്ലാത്ത വീട്ടിനകത്ത് വളരെ ഭാരത്തോടെ ഒത്തിരി നാളായി പണി തുടങ്ങിയിട്ട് പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്നില്ല. പഴയ വീട് ഇതിനേക്കാളും നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ആ തറയിടുവാനുള്ള വഴി തുറക്കുക, പണി മനോഹരമായി പൂർത്തിയാക്കുവാൻ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വസ്തു കച്ചവടങ്ങൾ നടക്കാതെ പലതും ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറി യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ. ആ വസ്തുവിനോട് ചേർന്ന് വസ്തു ഉള്ളവർ അത് വിൽക്കുവാൻ സമ്മതിക്കത്തില്ല, വഴി പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാറട്ടെ യേശുവിൻ നാമത്തിൽ. കച്ചവടം നടക്കട്ടെ, നല്ല ബയേഴ്സ് കടന്നു വരട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. സമയം കിട്ടുക, സ്തോത്രം, കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. സമയം കിട്ടുക, ആമേൻ. ലഭിക്കേണ്ട നന്മകൾ കിട്ടുക, അവകാശങ്ങൾ കിട്ടുക, അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന സകല പോരുകളും വിട്ടുമാറുക, യുദ്ധത്തിൽ ജയമുണ്ടാകുക, പരാക്രമശാലിയായി പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും, വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലിൽ ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം അഭിനയും ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.